നമസ്കാരം. പത്മജയും മുരളീധരനും തെരഞ്ഞെടുപ്പിലെ തുറുപ്പുചീട്ടും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. BJP കേരളത്തിൽ നടത്തിയിരിക്കുന്നത് വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക്. വലിയ പ്രഹരശേഷിയൊന്നുമില്ലെങ്കിലും കാര്യമായൊരു സൈക്കോളജിക്കൽ മൂവ്. കോൺഗ്രസിൻ്റെ 2 സമുന്നത നേതാക്കളുടെ മക്കളെ അടർത്തിയെടുത്തത് കോൺഗ്രസിനെ അടിക്കാനുള്ള വടി എതിരാളികൾക്ക് നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രധാന കോൺഗ്രസ് നേതാക്കളെ അടർത്തിയെടുക്കലാണ് BJPയുടെ പണിയെങ്കിൽ ഇവിടെ മക്കളിൽ വരെ എത്തിയിട്ടേ ഉള്ളൂ. തൃശ്ശൂരിൽ പ്രതാപൻ്റെ ജാഥയിൽ പങ്കെടുത്ത പത്മജ നേരം വെളുത്തപ്പോഴേക്കും ഡൽഹിയിലെത്തി പാർട്ടി മാറി. കാരണം പതിവ് പോലെ അവഗണനയും. സത്യത്തിൽ കേരളം ഞെട്ടിയെങ്കിലും ഞെട്ടാത്തത് കെ മുരളീധരനാണ് എന്നു മാത്രമല്ല, സഹോദരിയെ BJP വിളിച്ചിറക്കിക്കൊണ്ടു പോയതിൽ മുരളീധരൻ രഹസ്യമായി സന്തോഷിക്കുന്നുമുണ്ടാകും. അയ്യോ, ശിവൻ ചേട്ടൻ. നമ്മൾ ചുമക്കുന്ന ഭാരത്തിന്റെ ചേട്ടനാണോ ഇത് മുതലാളി? അതേടാ. Modi ji is very strong. He is a very strong leader. That's the only reason I came to this party. എനിക്ക് ഷേക്കാൻ തരാൻ നീ വെട്ടുന്നുണ്ടില്ലേ, കൈ വൃത്തിയേടാവും. അയ്യോ, എന്നാലും സാരമില്ല. ഇനി പറ, എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? അതിന് നിങ്ങളും ബുദ്ധിയായിട്ട് എന്താ ബന്ധം? എടീ, നമ്മുടെ സുലോചനയെ സേതുമാധവൻ തട്ടിക്കൊണ്ടു പോയി. നേരാമണ്ണം 100 വട്ടം പറഞ്ഞിട്ട് പോകാൻ കേട്ടില്ല. ഇങ്ങനൊരു തറവേല കാണിച്ചപ്പോ സംഗതി ഏറ്റു. പെങ്ങന്മാരെ ഒരിക്കലും സങ്കടപ്പെടുത്തരുതെന്ന് എന്റെ അച്ഛനും അമ്മയും എപ്പോഴും പറയുമായിരുന്നു. ഏതായാലും ഇപ്പൊ അവരുടെ സങ്കടം തീർന്നു. ഇപ്പൊ പറ, എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? വർക്ക് അറ്റ് ഹോമുകാർക്ക് ഇത്രയൊക്കെ കിട്ടിയത് മതി എന്ന മനോഭാവമാണ് മുരളീധരന്. തന്നെ വീട്ടിലിരുത്താൻ ശ്രമിച്ചവർക്കെതിരെയാണ് പത്മജയുടെ അതൃപ്തിയും. കെ കരുണാകരൻ്റെ രാഷ്ട്രീയ പൈതൃകത്തെ ചൊല്ലിയാകും ഇനി പോരാട്ടം. വല്ലഭായ് പട്ടേലിനെ തട്ടിയെടുക്കാൻ നോക്കിയതുപോലെ ഗുരുവായൂരപ്പർ ഭക്തനായ ലീഡർ കെ കരുണാകരന് BJP സ്മാരകം പണിയുമോ എന്ന് നോക്കിയാൽ മതി. കൊമ്പിലേറാപ്പാടി എന്നുമീയേട്ടൻ്റെ ചിങ്കാരി വെണ്ണില കൊമ്പിലേറാപ്പാടി എന്നുമീയേട്ടൻ്റെ ചിങ്കാരി മഞ്ഞുനീർത്തുള്ളി പോൽ നിന്നോവൽ കുഞ്ഞു കൺപീലിയിൽ വർക്കറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സീറ്റ് കൊടുത്ത, ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ. അതെന്താ വെച്ചാല് എൻ്റെ സഹോദരന് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ അനിയനാണെങ്കിൽ 2 അടി കൊടുത്തേനെ. 1.5 കൊല്ലം ഞാൻ ഒരു വീഴ്ച കഴിഞ്ഞു, എനിക്ക് വേറെ കുറെ അസുഖങ്ങൾ വന്നു, ഒക്കെ ചേട്ടന് മാത്രമേ അറിയുള്ളൂ. അതാവുന്ന തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇമാരി ചതി. പിന്നെ ചേട്ടൻ്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമല്ല. കാരണം ചേട്ടൻ എന്ന് പറയണല്ല നാളെ പറയാം. ആള് ഒരു 3-4 പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ പറയാൻ അവകാശമില്ല. അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. കാരണം വർഗീയ കക്ഷിയുടെ കൂടെ പോയത് കൊണ്ട് അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരിക്കും. പിന്നെ പറഞ്ഞോട്ടെ, ചേട്ടനല്ല, ഞാൻ ചേട്ടനെതിരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അദ്ദേഹം മറ്റേ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു. ഞാൻ എൻ്റെ ചേട്ടനൊരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പത്മജയെ എടുത്തുകൊണ്ട് കാശിൻ്റെ ഗുണം BJPക്ക് കേരളത്തിൽ ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞില്ലേ, കാട്ടാള പരാക്രമ സ്ത്രീകളിലല്ല വേണ്ടുന്ന്. അതുകൊണ്ട് പെണ്ണുങ്ങളെ വെറുതെ വിട്ടേക്ക്. ഇനി ഒരു തരത്തിലുള്ള ബന്ധുവായിട്ടുമില്ല. ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയവും വ്യക്തി ജീവിതം വേറെ വേറെ കാണണം. എൻ്റെ രാഷ്ട്രീയ ജീവിതം വേറെയാണ്. എന്നെ വെറുതെ അങ്ങ് വിട്ടേക്കുക. ഈ വിരഹം ക്ഷണികമല്ലേ, എന്നെന്നും നീ എന്നരികിലില്ലേ. കോൺഗ്രസിലെ പ്രധാന നേതാക്കൾ ആരും പ്രതികരിച്ച് കണ്ടില്ല. പ്രതികരിക്കാൻ മാത്രം പ്രാധാന്യം പത്മജയ്ക്ക് ഇല്ലെന്ന് തോന്നിക്കാണും. എന്നാൽ പിന്മുറക്കാരായ ബിന്ദു കൃഷ്ണയും രാഹുൽ മാങ്കൂട്ടവും എല്ലാം കടുത്ത വിമർശനവുമായി ഇറങ്ങി. ED പേടി വരെ വന്നു. കാരണങ്ങളിലൊന്നായി, തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ തന്തയെ കൊന്ന സന്താനം എന്ന പേരിലാണോ പത്മജയെ വിശേഷിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വിഷമം പറഞ്ഞു വരുമ്പം
പ്രസിഡന്റ് പറഞ്ഞ മാതിരി എൻ്റെ അച്ഛനെയല്ല പറഞ്ഞത്, എൻ്റെ അമ്മേനെ പറഞ്ഞേ, ഞാൻ കരുണാകരൻ്റെ മകളല്ല എന്ന്. അതിൻ്റെ അർത്ഥം എൻ്റെ അമ്മേനെയല്ലേ ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കും. ED പേടിച്ചാകാനേ സാധ്യതയുള്ളൂ. കാരണം ED അവരുടെ ഭർത്താവിനെ ചോദ്യം ചെയ്തതായിട്ട് നേരത്തെ തന്നെ അറിയാൻ കഴിഞ്ഞു. ആ പറഞ്ഞ ആളുകളൊക്കെ ഇതിനു മുമ്പ് BJP ആയിട്ട് ചർച്ച നടത്തിയിട്ടുള്ളവരാണ്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഖ്യകൾ നിരങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒറ്റക്കെട്ടായി ഞങ്ങൾ അക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കും. ശക്തമായ രീതിയിൽ മറുപടി പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറയാത്തതിൻ്റെ കാരണം കുറച്ചു നാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലോ? ഭാരതീയ ജനതാ പാർട്ടിക്ക് അകത്തേക്ക് അദ്ദേഹം കൂടി കടന്നു വരാൻ സാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. BJP വിരുദ്ധതയുടെ കുത്തക തങ്ങൾക്കാണെന്ന് കരുതുന്ന CPM-ന് വീണുകിട്ടിയ അവസരമായി അനിൽ ആന്റണിക്ക് പിന്നാലെയുള്ള പത്മജയുടെ പണിയിറക്കം. ഇന്നത്തെ കോൺഗ്രസ്സാണ് നാളത്തെ BJP എന്ന് പറഞ്ഞു നടക്കാൻ കേരളത്തിൽ ചില വാർപ്പ് മാതൃകകളെ ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ കിട്ടി. BJP രണ്ട് കൈയും നീട്ടി നിൽക്കുകയാണ്. എല്ലാ രീതിയിലും സ്വീകരിക്കുക. ആവശ്യത്തിന് പണം, സ്ഥാനം വേണ്ടവർക്ക് സ്ഥാനം, എന്തിനും കഷ്ടപ്പെട്ട് കൊടുത്താൽ ഓടുന്ന ചില ജീവികളില്ലേ, ആ സൈസ് പിന്നാലെ ഓടുന്ന ഒരു രീതി കോൺഗ്രസിൻ്റെ ഭാഗം. മക്കൾ പോകുന്നതൊന്നും വലിയ കാര്യമില്ല. വാപ്പാര് പോകുമ്പോൾ നോക്കിയാൽ മതി ജീവിച്ചിരിക്കുന്നത്. പിള്ളച്ചോട്ടാൽ തന്തയ്ക്ക് കേടില്ല എന്ന് കേട്ടിട്ടുണ്ടോ മിസ്റ്റർ നാരായൺ? സിറ്റിംഗ് MPമാരൊക്കെ മത്സരിക്കാനിറങ്ങണം എന്ന ധാരണയിൽ തൃശ്ശൂരിൽ കളം നിറഞ്ഞതാണ് TN പ്രതാപൻ. മണ്ഡലത്തിലൂടെ ഒരു സ്നേഹയാത്രയും നടത്തി. പ്രവർത്തകർ ചുവരെഴുത്തും പോസ്റ്ററും പതിച്ചു. സ്നേഹയാത്രയിൽ ആശംസ അർപ്പിക്കാനെത്തിയ പത്മജയാകട്ടെ രാഖി രാമാനം പാർട്ടി മാറിയതോടെ തൃശ്ശൂരിൽ പ്രതാപൻ മറഞ്ഞു. ലീഡറുടെ തട്ടകത്തിൽ സുരേഷ് ഗോപിക്കു വേണ്ടി വോട്ട് പിടിക്കാൻ പത്മജ ഇറങ്ങുന്നതിനെ വെട്ടാൽ സാക്ഷാൽ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വിളിപ്പിച്ചു പാർട്ടി. മനസ്സില്ല മനസ്സോടെ വന്നു, അല്ലെങ്കിലേ സാഹസികനായ മുരളീധരൻ. എന്തിനാ സാർ എന്നെ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചത്? സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ വിളിപ്പിച്ചത്. തന്നെ ചിറ്റാരിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കണമെന്ന എല്ലാവരുടെയും താല്പര്യം. എന്താ, താൻ ജയിക്കും, വർക്ക് തുടങ്ങിക്കോ. വളരെ വൈകാതെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. സ്വാഭാവികമായും ഞങ്ങളൊക്കെ ആ ഒരു മൂഡിലേക്ക് പോകും. 14 ദിവസം ഈ വെറുപ്പിനെതിരെയുള്ള സ്നേഹ സന്ദേശയാത്രയായിരുന്നു. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ മൂഡിലേക്ക് ഞങ്ങൾ നാളെ മുതൽ തെരഞ്ഞെടുപ്പിൻ്റെ മൂഡിലേക്ക് കടക്കും. പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്, ഒരു വമ്പൻ ട്വിസ്റ്റ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഞെട്ടിക്കുന്ന ട്വിസ്റ്റ്. തൃശൂരിൽ K മുരളീധരൻ സ്ഥാനാർത്ഥി. ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. എല്ലാ വശങ്ങളും ICC പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിലെ ഏറ്റവും ഫിറ്റായ സ്ഥാനാർത്ഥിയാണ് മുരളീധരൻ എന്നുള്ളതുകൊണ്ട് മുരളീധരൻ കേരളത്തിലെ ഏത് സീറ്റിലും മത്സരിക്കാവുന്ന സ്ഥാനാർത്ഥിയാണ്. തൃശ്ശൂരിൽ അദ്ദേഹം മത്സരിക്കുന്നു. വിഷമിക്കണ്ടോ, താൻ ചെറുപ്പമല്ലേ, ഇനി അവസരമുണ്ട് ഒരുപാട്. ഒടുവിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ടു. TN പ്രതാപൻ ഇറങ്ങി. K മുരളീധരനു വേണ്ടി ചുവരെഴുതാൻ പോലും. സുരേഷ് ഗോപിയെയും പത്മജ ഫാക്ടറിനെയും മറികടക്കാൻ കൈവശമുള്ള തുറുപ്പ് ഗുലാനാണത്രേ മുരളീധരൻ. നീ എവിടെയായിരുന്നു? എന്തെല്ലാം കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കാനുണ്ട്? എന്നെ ഒന്നും ഏൽപ്പിക്കണ്ട. എടാ, നിനക്ക് വേണ്ടി ഞാൻ മാക്സിമം പിടിച്ചു നോക്കിയെന്നുള്ളത് നിനക്ക് തന്നെ അറിയാലോ. പക്ഷെ ഹൈക്കമാൻഡ് പറഞ്ഞ പിന്നെ ഞാൻ ഹൈക്കമാൻഡോടൊന്ന് ജയിപ്പിക്കാൻ പറ. നിന്റെ വിഷമം എനിക്കറിയാം. പക്ഷെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനെങ്കിലും നീ ഇറങ്ങണം. തൃശ്ശൂർ ഞങ്ങൾ നിലനിർത്തും.
ഉറപ്പായിട്ടും ചിലർ ധരിച്ചത് ഈ ലീഡർ ഈ തട്ടകത്ത് ലീഡറുടെ മകളെ വിലക്കെടുത്ത് കൊണ്ടുപോയാൽ തൃശ്ശൂർ അങ്ങനെ എടുക്കാമെന്ന് ചില ധരിച്ചത്. ആ തൃശ്ശൂർ ഞങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ തുരുപ്പ് ഷീട്ടുണ്ട്. ആ തുരുപ്പ് ഷീട്ടിട്ട് ഞങ്ങൾ ഇവരെ പരാജയപ്പെടുത്തും. ഞാൻ പോസ്റ്റർ ഒട്ടിച്ച ഒരു സ്ഥാനാർത്ഥിയും ഒരു ഇലക്ഷൻ ഇന്നേ വരെ ജയിച്ചിട്ടില്ല. അതെന്റെ ക്വാളിഫിക്കേഷൻ. 77 തെരഞ്ഞെടുപ്പിൽ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച സ്ഥാനാർത്ഥി തോമസ് ചാണ്ടി ഇടിവെട്ടേറ്റ് മരിച്ചു. 84 സ്ഥാനാർത്ഥി പാണ്ടിലോറി കയറി മയ്യത്തായി. പിന്നെ മരിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. നീ എന്റെ മാനം കളയരുത് ഈശ്വര, ഇവന്റെ കെട്ടിവെച്ച കാശെങ്കിലും കൊടുത്തേക്കണേ. ടൈമിന് സന്ദർഭത്തിനനുസരിച്ച് തീരുമാനം എടുക്കുക, അതിനനുസരിച്ച് മൈൻഡ് സെറ്റ് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് പൊളിറ്റീഷ്യൻ്റെയും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങളത് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതാപന നിയമസഭാ സീറ്റ് പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. പൊട്ടനും പോയി പണ്ടനും പോയി, പോട്ടും കിട്ടി. അയലേസാ.